വാഴക്കുളത്ത് കോൺഗ്രസ് 1-ാം വാർഡ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബസംഘവും വിദ്യാർത്ഥികൾക്ക് അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും സൈനികരെയും ആദരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാഴക്കുളം നോർത്ത് മണ്ഡലം 1-ാം വാർഡ് മാറമ്പള്ളി കുന്നത്തുകര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമവും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. മെയ് 30 വെള്ളിയാഴ്ച വൈകിട്ട് TH മുസ്തഫ നഗർ എന്ന് പേരിട്ട മാറമ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ വച്ചായിരുന്നു പരിപാടികൾ. മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയതിന്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യയൊട്ടുക്ക് സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ ഭാഗമായാണ് സംഗമം നടത്തിയത്. ചടങ്ങിൽ കോൺഗ്രസ് 1-ാം വാർഡ് പ്രസിഡന്റ് കഹാർ കുറുങ്കുളം അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് 16-ാം ബൂത്ത് പ്രസിഡന്റ് അൻസാർ കോറ്റോളി ആമുഖ പ്രഭാഷണം നടത്തി. പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ ഉദ്ഘാടനം നിർവഹിച്ചു. തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ പ്രത്യേകതയും അത് തന്നെയാണ്. എല്ലാവരെയും കരുത്ത് കൊടുത്ത് ചേർത്ത് നിർത്തുക, എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോവുക. ഈ അവസരത്തിൽ എനിക്ക് രാഹുൽ ഗാന്ധിയെ മറക്കാൻ പറ്റാത്ത കാര്യം, അദ്ദേഹം എന്റെ പിതാവിന്റെ ആരോഗ്യം സംരക്ഷിക്കുവാൻ വേണ്ടി 15 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് ചെലവിലേക്ക് നൽകിയത്. അങ്ങനെ ഓരോരുത്തരെയും കരുതുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയാണ് നമ്മുടെ നേതാവ് എന്നുള്ളത് ഏറ്റവും അഭിമാനത്തോടുകൂടി ഓർക്കേണ്ട ഒരു കാര്യമാണ്. അത് എന്നോട് മാത്രമല്ല, നിങ്ങളോടും നിങ്ങളുടെ പ്രശ്നങ്ങളിലും ഇവിടുത്തെ ഓരോ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ അങ്ങനെ ഇടപെടുന്ന നേതാവാണ്. ആ നേതാവ് തീർച്ചയായിട്ടും നമ്മുടെ അഭിമാനമാണ്. പക്ഷെ അങ്ങനെ രാജ്യത്തെ ഒന്നിപ്പിക്കുവാൻ കഴിവുള്ള ഒരു നേതാവിനെയാണ് BJPയും കൂട്ടരും കുറെ നാളുകളായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം പപ്പു എന്ന് പറഞ്ഞു നോക്കി, ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞോടെ അത് അവസാനിച്ചു. അപ്പോഴാണ് EDയുടെ വേട്ടയാടലുമായി ഭാരത് ജോഡോ യാത്രയ്ക്ക് മുമ്പ് തുടങ്ങിയത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക. EDയുടെ പ്രത്യേകത തന്നെ BJPയുടെ ഒരു എന്താ പറയാ, ഒരു സഹായകരമായ ഒരു സ്ഥാപനം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ ED ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിയെ വേട്ടയാടിയാൽ അത് രാജ്യം അംഗീകരിക്കുമോ? ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുമോ? ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. അവിടെ ഏകാധിപത്യം നടക്കില്ല. അവിടെ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ വേട്ടയാടാൻ ആരും അത് അനുവദിച്ചു കൊടുക്കത്തില്ല. ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ സാധാരണക്കാർ രാഹുൽ ഗാന്ധിയോടൊപ്പം കോൺഗ്രസിനോടൊപ്പമാണ്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മുഖ്യാതിഥിയായിരുന്നു. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ എല്ലാം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള കൂടിയാലോചനകളൊക്കെ നടത്തുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. മഹാത്മജി കോൺഗ്രസിൻ്റെ അധ്യക്ഷനായതിൻ്റെ 100-ാം വാർഷിക പരിപാടി വിപുലമായ രീതിയിലാണ് രാജ്യമെമ്പാടും നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ 10 ദിവസക്കാലം നീണ്ടുനിന്ന എക്സിബിഷനും അന്താരാഷ്ട്ര സെമിനാർ ഉൾപ്പെടെ എറണാകുളം രാജേന്ദ്ര മൈതാനിയിൽ നമ്മൾ നടത്തുകയുണ്ടായി. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുമായിട്ടുള്ള നിരവധി ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുക്കുകയുമുണ്ട്. 1924 ഡിസംബർ 27-നാണ് ഗാന്ധി കോൺഗ്രസിൻ്റെ അധ്യക്ഷനാകുന്നത്. കർണാടകയിലെ ബെൽഗാമിൽ വെച്ച് നടന്ന അന്നത്തെ AICC സമ്മേളനത്തിൽ പിന്നീടുള്ള ഒരു വർഷക്കാലത്തെ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് ഗാന്ധി കടന്നു വരികയായിരുന്നു. ഗാന്ധി കോൺഗ്രസിൻ്റെ അധ്യക്ഷനാകുന്നതിന് മുമ്പും ആയതിനു ശേഷവും രാജ്യം മുഴുവൻ നടന്ന ദേശീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരുടെ ഭരണം അവസാനിപ്പിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾ അവരാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ രൂപീകൃതമാകണമെന്നും ഈ രാജ്യത്തെ ഭരണം ഈ രാജ്യത്തെ ജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണമെന്നുമുള്ള കഠിനാധ്വാനത്തോട് കൂടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തത് മഹാത്മാഗാന്ധിയുടെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള
കോൺഗ്രസ് നേതാക്കന്മാരാണ്. KPCC മൈനോറിറ്റി ചെയർമാൻ TM സക്കീർ ഹുസൈൻ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് എനിക്ക് തന്നത്. ആ വിഷയം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകിയ ഒന്നാണ്. കാരണം ഇനി അടുത്ത തലമുറ, ഇപ്പൊ ഷിയാസ് പറഞ്ഞ ഇന്ത്യയുടെ ചരിത്രമുണ്ട്. ഞാൻ നിങ്ങളൊക്കെ അങ്ങേയറ്റം അഭിനന്ദിക്കുക. കാരണം ഞാൻ ഇതിന്റെ സംഘാടകരെ മുഴുവൻ പേര്, കാരണം ഇതുമായിട്ട് ആലോചിച്ചപ്പോൾ കുന്നത്തേരയിൽ ഇങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ ആശയവിനിമയം നടത്തിയപ്പോൾ അവിടെ ഞാൻ പറഞ്ഞൊരു വീടുകളിലാണെങ്കിൽ നന്നായിരിക്കും എന്നോട് ചോദിച്ചപ്പോൾ. പക്ഷേ അത് കഴിഞ്ഞ് അവർ അവിടെ പന്തൽ കെട്ടണമെങ്കിൽ തന്നെ 10,000 രൂപ. ഇത് തന്നെ സംഘാടകർക്ക് അറിയാം എത്ര രൂപ ഒടുക്കിയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഒന്നാം വാർഡിൽ നിന്ന് ഇത്രയും പേരെ ഇവിടെ കൊണ്ടുവന്ന്. അപ്പൊ ഇവിടെ എന്നോട് ഇങ്ങനെ ചോദിച്ചു ഇവിടെ ആയാലോ എന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു നല്ല കാര്യമാണ്. പക്ഷെ അവിടുന്ന് ഇവിടം വരെ എത്തുക, പല പ്രദേശത്തുനിന്ന് വരെ പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അതിന് ഞാൻ നിങ്ങളെല്ലാവരും സംഘാടകർക്ക് ഒരു നല്ല കയ്യടിയും നിങ്ങൾക്ക് വന്നവർക്ക്, കാരണം ഈ വന്നവരെന്ന് പറയുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിങ്ങനെ ഇരുന്നതും ഇരുത്തിയതും ഇന്ത്യ എന്ന മഹത്തായ രാജ്യമാണ്. ഈ വേദിയും സദസ്സും എന്ന് പറയുന്നത് പവിത്രമാണ്. മക്കൾ മനസ്സിലാക്കണം കേട്ടോ. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ 50ഓളം വിദ്യാർത്ഥികൾ മെമന്റോ ഏറ്റുവാങ്ങി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷീബ രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി TH അബ്ദുൾ ജബ്ബാർ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സനിത റഹീം കലാകായിക മേഖലയിൽ വിജയികളായവരെ അനുമോദിച്ചു. പ്രശസ്ത കലാകാരൻ ശിവദാസ് മാറമ്പള്ളി, പ്രദേശവാസികളായ പട്ടാളക്കാർ തുടങ്ങിയവർ ആദരം ഏറ്റുവാങ്ങി. കോൺഗ്രസ് വാഴക്കുളം മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ MA അഹമ്മദ് കബീർ, നിഷാദ് കാലേക്കുഴി, മുജീബ് വടക്കൻ, റഹീം കാലേക്കുഴി, 16ാം ബൂത്ത് സെക്രട്ടറി ഗുൽസാർ കുന്നത്ത്, 14ാം ബൂത്ത് സെക്രട്ടറി കുഞ്ഞു മുഹമ്മദ് തെക്കേയിൽ, 16ാം ബൂത്ത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് റഫ്സൽ കക്കാട്ടിൽ, ഹാഫിസ് അലി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിമാരായ ഷാക്കിർ കാലേക്കുഴി, അഷ്കർ, അലി അക്ബർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. കോൺഗ്രസ് 1ാം വാർഡ് പ്രസിഡന്റ് കഹാർ കുറുങ്കുളത്തിന്റെ സംഘാടന മികവ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.